പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഉഗാദി സേവയെപ്പറ്റി പറയുവാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അവധൂത ഗുരുവായ ശ്രീ നാഥാനന്ദജി ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ നടത്തുന്ന ഒരു പാദസേവയാണ് ഉഗാദി സേവ. അതായത് ശ്രീശൈലം ശിവക്ഷേത്രത്തിലേക്ക് കാൽനടയായിട്ട് നടന്നു പോകുന്ന തീർത്ഥാടകരുടെ പാദസേവ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് അവരെ സേവിച്ചിട്ട് അവരെ യാത്രയാക്കുന്ന ഒരു പദ്ധതിയാണ് ഉഗാദി സേവ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഉഗാദി സേവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഗുരുനാഥാനന്ദജിയെ ഒന്ന് കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം ഉഗാദി സേവയെപ്പറ്റി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുക. എത്ര പവിത്രമാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഉഗാദി സേവയെപ്പറ്റി ഗുരുജിയുടെ വാക്കുകളിലേക്ക്. പിന്നെ ഗുരുജി, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഉഗാദി സേവയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉഗാദി സേവ എന്ന് പറഞ്ഞാൽ ശ്രീശൈലത്തേക്ക് നടന്നു പോകുന്ന തീർത്ഥാടകരുടെ സേവ, അവരുടെ പാദം. അത് കഴിഞ്ഞ 12 വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. 13ാമത്തെ വർഷമാണ്. ഈ കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഇവർ വിശ്വസിക്കുന്നത് ഇവരുടെ സണ്ണിലാണ് അവിടെയുള്ള ശിവൻ, ശ്രീശൈലത്തുള്ള ശിവൻ. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ ഒരു ഗ്രാമത്തിൽ ബാങ്ക് പോലെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകും. കരയിൽ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകും, പാർവതിക്ക് കൊടുത്തുകൊണ്ട് അത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഒരു വർഷം, ആദ്യത്തെ വർഷം മനസ്സിൽ തോന്നി നമുക്കിത് ഇവരിങ്ങനെ പോകുന്നു, അത്രയും ദൂരം നടന്നതാണ്, നമുക്കൊന്ന് കുറച്ച് കാര്യം ചെയ്യുമ്പോൾ കൊടുത്താൽ എന്താ തെറ്റെന്ന് മനസ്സിലാക്കി തോന്നി. അവിടെ എവിടെയോ വഴിക്കൊരു സ്ഥലത്ത് ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ 13 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഒരു 100 പേരിൽ താഴെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അവിടെ ഒരു വലിയ ഇൻസിഡൻ്റ് ഉണ്ട്. അത്ഭുതമായിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ എന്നെ പിടിച്ച് കുലുക്കിയൊരു അനുഭവമാണ്. ഇത്ര തടിച്ചിട്ടൊരു മനുഷ്യൻ, അയാളൊന്നുമില്ല, ഒരു കൊമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ടവലിട്ടുണ്ട്. അയാളുടെ നെഞ്ചൊക്കെ ഞാൻ ഒരു 40 ഇതൊക്കെ ഉണ്ടാവും അയാളുടെ നെഞ്ചൊക്കെ. അയാൾ വന്നിട്ട് കാല് തിരുമ്മി തരുമോ? മറ്റൊരാൾക്ക് തിരുമ്മിക്കൊണ്ട് ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ വാളണ്ടിയേഴ്സായിട്ട്. ഇന്ന് 200 വാളണ്ടിയേഴ്സ് ചെയ്തിരുന്നു. സ്വാമി ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ശിവ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഹോൾഡ്, ശിവ അല്ലെങ്കിൽ സ്വാമി എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊള്ളുന്ന അങ്ങനെ ദഹി വീട്ടിൽ ചോറ്, അതാണ് വരുന്ന ആൾക്കാർ. 100 പേർക്കായുള്ളൂ. ഇയാൾ വന്ന് ഇരുന്നു. കാലിൽ നമുക്ക് പിടിക്കാൻ പറ്റും, ഇത്ര ഇങ്ങനെ നീര് വെച്ചത്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ട് മുക്കിയ ടവലിങ്ങനെ തിരുമല പറഞ്ഞു, എൻ്റെ കാലിൽ കുഷ്ഠമുണ്ട്, നീ തിരുമ്മി തരുമോ? അപ്പം ഞാൻ പറഞ്ഞു തിരുമ്മി തരുമല്ലോ, കുഷ്ഠം പുറത്തല്ലേ, അകത്തില്ലല്ലോ. അപ്പം അത് തർക്കിക്കാൻ നിൽക്കുകയാണ് ഞാൻ. കുഷ്ഠം പുറത്തല്ലേ, അകത്തില്ലോ. പറഞ്ഞപ്പം തിരിച്ചിട്ട് പറഞ്ഞു തിരുമ്മിക്കും. കാല് തിരുമ്മി കൊടുത്തു. ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ പസ് ഒഴുകുകയാണ്. വല്ലാത്തൊരു വൃത്തിയായിട്ട മണമാണ്. പക്ഷെ എല്ലാം എന്തോ ഒരു ദിവ്യാനുഭൂതിയോട് കാലുകൾ തിരുമ്മി കൊടുത്ത് അത് എഴുതിട്ട് പറഞ്ഞു, ഇത് നിർത്തരുത് കേട്ടോ, കാല് തിരുമ്മി കൊടുക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെയാണ് ഈ നടക്കുന്നത്. എന്നിട്ട് മുമ്പ് 100 അടി പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്കിട്ടൊരു സംശയം തോന്നി. കുട്ടികളുടെ ഒന്ന് പോയി നോക്കും, ആരുടെ അവിടെ പോയി 100 അടിക്കപ്പോൾ ആളെ കണ്ടിട്ടില്ല. അത് സാക്ഷാത് ശിവനായിരുന്നു. ഇത് ചെയ്യണം, ഞാൻ ഇമോഷണലായിക്കോട്ടെ, ഇത് മുടക്കരുത്. ഇന്ന് 200 വാളണ്ടിയേഴ്സും 10 ഡോക്ടർമാരും 10 നഴ്സുമാരും വച്ചിട്ട് 24 മണിക്കൂർ 7 ദിവസം ശിബിരം കെട്ടി പണിയും. 3 ലക്ഷത്തിലധികം ആൾക്കാരാണ് കഴിഞ്ഞ വർഷം സേവ ചെയ്ത്. 20 ലക്ഷം രൂപ ചെലവ് ചെയ്തു. എവിടുന്ന് പണം വന്നു, എവിടുന്ന് മരുന്ന് വന്നു, ചില ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും സേവയുണ്ടെങ്കിൽ ചെയ്തു. ഇന്നലെ എന്നെ രാത്രി തന്നെ അവർ തുടങ്ങി, ആൾക്കാർ പോകാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ പോകുന്നത് അനുഭവം അവിടെ ശിവ നമശിവ എന്നുള്ള എല്ലാ വേറെ ഒന്നും. എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിവോട്ടി. ഞാനിത് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ആ ഒരു അനുഭൂതിക്ക് ശേഷം ഞാൻ പുറകോട്ട് നോക്കില്ല. ഇവരെല്ലാം ട്രെയിൻ ചെയ്തു. ഇവരെല്ലാം ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പോൾ 13ാമത്തെ വർഷം. ഇത്രയേറെ 3 വർഷം ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവും. അത് 7 ദിവസം രാത്രിയും പകലും എപ്പോഴും. ഒന്ന് ആലോചിച്ച് 20,000 പേരൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു ടൈമുണ്ട്. രാത്രി 10 മണിക്ക് വരണം. അത് നല്ല ബസ് കാറിലൊക്കെ പോകുന്നതാണ്. അതിൽ പിലിക്കും എന്നുള്ളത് ഇതല്ലോ, ഇതല്ലേ ടൂറിസം നടത്തി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ നടന്നു വരുന്ന ആൾക്കാർക്ക്
അവരുടെ അനുഭൂതി അവർ പലപ്പോഴും ഞാൻ ചെറിയ കുട്ടികൾ വന്നാൽ അവർക്ക് പഴം കൊടുക്കുക, അവർ കൊണ്ട് രസം വലിക്കുക, ഒക്കെ ചെയ്യാറുണ്ട്. പഴയ കുട്ടികളൊക്കെ നോക്കി ഞാൻ കാണാം. ഏതായാലും ഇവർ ജീവിതത്തിൻ്റെ നമുക്കൊരു എന്തൊരു പാഠം പഠിപ്പിക്കുന്നു. നമുക്ക് ഈ ചൂടത്ത് ഈ രാവിലെ പോലും ഇപ്പോഴും ഏശിട്ട് നമ്മളിരിക്കുന്നത്, അവർ ഈ ചൂടത്ത് കാൽ രക്ഷയില്ലാതെ ചെരുപ്പില്ലാതെ ആ വെയിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് നമശിവായ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളവിടെ ശിവന്റെ അസ്തിത്വത്തെ ശരിക്കറിയുന്നുണ്ട്. നമസ്തേ. അപ്പോൾ ഞാനിവിടെ ഉഗാദി സേവ നടക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നാദാനന്ദജി പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഉഗാദി സേവ തുടങ്ങിയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് നാദാനന്ദജി പറഞ്ഞത്. ഭയങ്കര തടിച്ച് കാലിൽ നിന്നൊക്കെ ചല ഒഴുകുന്ന ഒരാൾ വന്ന് നാദാനന്ദജിയുടെ പാദസേവ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പാദസേവ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുഷ്ഠം ഉണ്ടെന്ന്. അപ്പോൾ നാദാനന്ദജി പറഞ്ഞു കുഷ്ഠം വെളിയിലല്ലേ, അകത്തല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാദസേവയൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹം ആ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് അനുഗ്രഹിച്ചത് നല്ലൊരു കാര്യമാണ്, നിർത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ നാദാനന്ദജിക്ക് ഒരു സംശയം തോന്നി, ഇദ്ദേഹം ഒരു വിശിഷ്ട വ്യക്തിയാണല്ലോ എന്ന്. അപ്പോൾ അനുയായികളോട് പുറകെ നടന്ന് നോക്കാൻ പറഞ്ഞ് ഒരു 100 അടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായി. അപ്പോഴാണ് നാദാനന്ദജിക്ക് മനസ്സിലായത് അത് സാക്ഷാൽ പരമശിവനായിരുന്നു എന്ന്. അങ്ങനെ സാക്ഷാൽ പരമശിവൻ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സേവയാണിത്. ഇതിപ്പോൾ ആശ്രയ ട്രസ്റ്റിനോടൊപ്പം നമ്മുടെ അമ്മു കെയർ ട്രസ്റ്റും ചേരുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, ഇപ്പം പാദസേവ ചെയ്യാൻ പറ്റുന്നവർ വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിനാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. അമ്മു കെയറിൽ നിന്ന് ധാരാളം ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾക്ക് നേരിട്ട് വരാൻ പറ്റില്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്താണോ, ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് കുറേ പേരൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ഞാനിപ്പോൾ തന്നെ അമ്മു കെയറിൻ്റെ അക്കൗണ്ട് കാണിക്കുന്നതാണ്. ഇനി അതിൽ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിന് സഹായം ചെയ്യുക. ഇതൊരു പുണ്യകർമ്മമാണ്, നടന്നു പോകുന്നവരുടെ പാദസേവ ചെയ്യുന്നത്.